ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ പാറൂട്ടിയുടെ ചോറൂണാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കി. കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പ് പരിപാടി തീർക്കണം എന്ന് പറഞ്ഞത് കാരണം നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. നാട്ടിൽ പോകുമ്പോൾ പിന്നെ വേണമെങ്കിൽ കാവി കൊണ്ടേ ചോദിക്കാം. അപ്പോൾ അവൾ രാവിലെ എണീറ്റ് കുളിച്ച് സുന്ദരി കുട്ടിയായി അവളുടെ ഉടുപ്പൊക്കെ ഇടുകയാണ്. ഇത് പറഞ്ഞു വരുമ്പോൾ അവളുടെ 28ൻ്റെ ഉടുപ്പാണ്. ആൾ നല്ല ബിഗ് ഗേൾ ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഈ ഉടുപ്പ് ഇപ്പോഴും നമുക്കിടാം. ആന പിടിച്ചാൽ ഒന്നാം പറഞ്ഞുകൊണ്ട് ഇടാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ കണ്ടിട്ട് തോന്നണം. എന്തായാലും സാധാരണ ഉടുപ്പിടിക്കുമ്പോൾ ഒന്ന് പൊട്ടിക്കുന്ന ആൾ ഇന്ന് എന്തോ ഭാഗ്യവശാൽ ഉടുപ്പിടിച്ചപ്പോൾ നല്ല മിടുക്കി കുട്ടിയായിട്ട് ഞങ്ങൾക്ക് ഇരുന്ന് തന്നു. ആദ്യമായിട്ടാണ് അന്ന് 28ന് കിട്ടിയെങ്കിലും തലയ്ക്ക് സർക്കംഫറൻസ് ഭയങ്കര ചെറുതായി തന്നെ ഈ ബോ ഞങ്ങൾ വച്ചിട്ടേയില്ല. ഇപ്പം ഈ ബോ അവൾക്ക് തലയിൽ സുഖമായിട്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ കിടത്തിയപ്പോൾ ഒറ്റ ചെരിയൽ എന്തോ ഭാഗ്യത്തിന് വിളക്ക് കണ്ട് അവിടെ സ്റ്റക്കായിട്ട് അവൾ നിന്നു. ഇല്ലെങ്കിൽ കമന്ന് ഇപ്പോൾ പൂക്കളും ഇട്ടേനെ അവിടെ. പിന്നെ അവളൊന്ന് കമന്ന് അങ്ങോട്ടൊക്കെ ഓടിപ്പോവാൻ നോക്കിയപ്പോൾ വേഗം പളയട്ടൻ പിടിച്ച് മടിയിലിരുത്തി. അങ്ങനെ ഞങ്ങൾ അവൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി ആദ്യം ഉപ്പ്, പിന്നെ പുളി, പിന്നെ ചോറ്, പിന്നെ പായസം, ഇതാണല്ലോ അതിൻ്റെ ഓർഡർ. അപ്പോൾ കൈയൊക്കെ നനച്ച് വായൊക്കെ നനച്ച് ചോറൂണ് പരിപാടി ഞങ്ങളങ്ങോട്ട് നടത്തി. പാറുമ്മയുടെ നമ്മൾ വിചാരിച്ച പോലെ ഒരു കരച്ചിലോ പുതിയ ടേസ്റ്റ് വരുമ്പോൾ അങ്ങനെയൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ടേസ്റ്റൊന്നും കൊടുത്തിട്ടുമില്ല. ജസ്റ്റ് ആ ചടങ്ങ് നടക്കാൻ വേണ്ടി ഒന്ന് തൊടിയിച്ചു കൊടുത്തു, അത്ര തന്നെ. ചോറ് മാത്രം ജസ്റ്റ് വായിൽ വെച്ച് കൊടുത്തു. അത് അവൾ ഒന്ന് ചതച്ച് വെച്ച് കൊടുത്തത് അവൾ ഇങ്ങനെ നുണഞ്ഞ് കഴിക്കുന്നുണ്ടായിരുന്നു. വലിയ റിജക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അച്ഛനാണെങ്കിലും ജസ്റ്റ് അവൾക്കൊന്ന് ചോറ് വായിൽ വെച്ച് കൊടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഒന്ന് ടേസ്റ്റ് പിടിക്കാൻ ഇങ്ങനെ ആ ഒരു എക്സ്പ്രഷൻ ഇടുമല്ലോ, എന്താണ് സംഭവം എന്നിങ്ങനെ ആദ്യമായിട്ട് മനസ്സിലാവുമല്ലേ. പാലിൻ്റെ അല്ലാതെ വേറെ സ്വാദൊന്നും പുള്ളിക്കാരിക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ടൊരു എക്സൈറ്റ്മെൻറ്റൊക്കെ കാണിച്ചു. അല്ലാതെ വലിയ കരച്ചിലോ ബഹളോ അങ്ങനെയൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞെങ്കിൽ ഞങ്ങൾക്കും അതൊരു റിലീഫായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും ആഹാരം കഴിക്കാത്ത പാർട്ടി ആയത് കാരണം ഞങ്ങളുടെ ജീൻ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഫുഡ് കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്തൊരു ഐറ്റമാണോ പുറത്തേക്ക് വന്നത് നമുക്ക് അറിയണമല്ലോ. പക്ഷേ എന്തോ ഭാഗ്യത്തിന് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പുള്ളിക്കാരി ആഹാരം കഴിക്കുന്നതാണ് ഇതുവരെയുള്ള നിഗമനം. പിന്നെ എന്താ, ഞാനാണെങ്കിലും മടിയിലെടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കുഞ്ഞു വറ്റിങ്ങനെ ചതച്ച് ആ വായിൽ വെച്ച് കൊടുത്തപ്പം അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അത് തീർന്നു പോയിട്ട് ഇനിയും വേണം എന്നുള്ള രീതിയിലുള്ളൊരു ചിണുക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഇത്ര നാൾ പാല് കുടിച്ച് ഇനിയിപ്പം പുതിയ പാപ്പൊക്കെ കിട്ടുന്നൊക്കെ വിചാരിച്ച് ഹാപ്പി ആയിട്ടിരുന്ന ആളെ ഞങ്ങൾ ഇത്തിരി മാത്രം കൊടുത്ത് പറ്റിച്ചു ഗൈസ്. കണ്ടോ, ആ ഇലയിലേക്ക് ചാടുന്നതാണ് കാണുന്നത്. ആ ഒരു ചിണുക്കമാണെങ്കിലും അത് ഇനിയും വേണം എന്നുള്ള രീതിയിലുള്ളൊരു ചിണുക്കം മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വിളക്ക് ഭയങ്കര ഇഷ്ടമായത് തന്നെ വിളക്ക് കത്തിച്ചേക്കണതും ഇലയൊക്കെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. സാധാരണ അധികം നേരം ഇരിക്കാതെ എടുത്തുകൊണ്ട് കിടക്കാൻ താല്പര്യമുള്ള ഒരാൾ ഇത് വലിയ കുഴപ്പമില്ലാതെ ചിരിച്ച് കളിച്ചൊക്കെ എൻ്റെ മടിയിൽ ഇങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ ആലോചിച്ച് എന്താ ഞാനിവിടെ നടക്കണേ, എന്താ ഇവർ ചെയ്യണേ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചൊക്കെ നടപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ ഇലയിൽ ഇരുത്തി നോക്കിയപ്പോഴും ആണെങ്കിലും അവൾ പിടിക്കാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ മാൻഡേറ്ററി ഫോട്ടോ സെഷൻ അതിലേക്ക് ഞങ്ങൾ കടന്നു. കൊച്ച് വിചാരിക്കുന്നുണ്ടാവും ഇപ്പം ആഹാരമൊക്കെ തരുന്ന പറഞ്ഞെടുത്തുകൊണ്ട് പോയി നിങ്ങളിവിടെ എന്നെ കണ്ടൻ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ പാറുമ്മയുടെ ഫസ്റ്റ് ചോറൂണ്. പയ്യെ ജ്യൂസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, പിന്നെ വേവിച്ച ഫ്രൂട്ട്സ് വെജിറ്റബിൾസ്, പിന്നെ റാഗി. അങ്ങനെ ഡോക്ടർ പറഞ്ഞേക്കുന്ന ഒരു ഓർഡർ അനുസരിച്ച് സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മളുടെ പ്ലാൻ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ വീഡിയോസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. കമൻസിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. എല്ലാവരും സുഖമായിരിക്കട്ടെ. ബൈ.